ലേബി സജീന്ദ്രനിലേക്ക് കൂടി പോകാം. ലേബി സജീന്ദ്രൻ, അവിടെ വന്നിരുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന തിരശ്ശീലയിൽ കാണുന്നതിനേക്കാൾ മോശമായ ചില കളികളെക്കുറിച്ചാണല്ലോ അല്ലെങ്കിൽ സമീപനങ്ങളെക്കുറിച്ചാണല്ലോ ഈ റിപ്പോർട്ടിൽ ആദ്യന്തം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മോശം കാര്യങ്ങൾ നടക്കുന്നുവെന്ന ചർച്ചകളെക്കുറിച്ച് ആ ചർച്ചകളോടുള്ള എതിർപ്പും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നോ താരസംഘടനയുടെ നേതൃത്വം? തീർച്ചയായും വളരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് വരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകളെ കുറിച്ചൊക്കെയുള്ള ചോദ്യം വന്നപ്പോഴെല്ലാം വഴുതി മാറിക്കൊണ്ട് തന്നെയുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ അതായത് സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പിനോടുള്ള ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുന്ന മറുപടി, അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ജോമോൾ ഉൾപ്പെടെയുള്ള കൂടെയുള്ള മറ്റ് വനിതാ പ്രതിനിധികളോടും ചോദ്യം ആരായാൻ പറഞ്ഞപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. തനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒഴുക്കൻ മറുപടി മാത്രമാണ് ജോമോൾ ഇക്കാര്യത്തിൽ നടത്തിയത്. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റുള്ള പ്രതിനിധികളും പങ്കുവച്ചത്. ഏതായാലും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, സിനിമാ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ചൊന്നും കാര്യമായ അറിവ് ഇതുവരെ തങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ആദ്യ വാചകം തന്നെ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊന്നും അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം പവർ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ തനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രതികരണത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനം തുടങ്ങിയത്. അതിനുശേഷം ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കറക്റ്റ് കോൺക്രീറ്റ് ആയുള്ള മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെയാണ് ചെയ്തത്. അമ്മ സ്വാഗതം ചെയ്യുന്നു. അമ്മ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്മേൽ നടപടിക്ക് അമ്മ ആവശ്യപ്പെടുന്നു. ഈ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് അമ്മ കക്ഷി ചേരുന്നുണ്ടോ കോടതിയിൽ, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നിയമ നടപടികളുമായി പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കക്ഷി ചേരുന്നില്ല എന്ന് തന്നെ കൃത്യമായി മറുപടി പറയേണ്ട അവസ്ഥയും വന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമൂഹത്തിന്റെ എല്ലാ തുറയിലും ഉള്ളവർക്ക് ഉള്ള സംശയങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉയർന്നു വന്നത്. പക്ഷേ അതിനൊന്നും കൃത്യമായ രീതിയിലുള്ള മറുപടി പറഞ്ഞില്ല. എന്നാൽ ഓർക്കേണ്ടതുണ്ട്, ഈ സിനിമാ മേഖലയിൽ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന മീറ്റു ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ചൊന്നും കാര്യമായ ധാരണ തങ്ങൾക്കില്ല എന്നുള്ള രീതിയിലുള്ള വളരെ ഉത്തരവാദിത്വരഹിതമായ മറുപടിയിലേക്കും പോയി. ഒപ്പം തന്നെ മറ്റൊരു കാര്യവുമുണ്ട്, പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള പ്രതിഭാധനരായ നടിമാർക്ക് എന്തുകൊണ്ട് ഇവിടെ അവസരം നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ പാർവതിക്ക് അവസരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള മറുപടിയാണ് വന്നത്. ഇടക്കാലത്ത് പാർവതി ഈ രംഗത്ത് നിന്ന് മാറി നിന്നല്ലോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഇതിന് വന്ന മറുപടി ശേഷമുണ്ടായ ഇടവേളയെ പറ്റി പാർവതി തിരുവോത്ത് തന്നെ പറഞ്ഞതാണ്. ഹിറ്റ് ചിത്രം